ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. അതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ബിക്കം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ഡിസ്പൈറ്റ് സിവിയർ ഡിസബിലിറ്റി. ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ടായിട്ടും അതിൽ നിന്ന് അതെല്ലാം മറികടന്ന് മുന്നോട്ട് വന്ന ഒരാളാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ അത് ഒരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആയിരുന്നു, സാധാരണ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആദ്യം സ്ട്രഗിൾഡ് ഇൻ റീഡിങ് റൈറ്റിംഗ്, വായിക്കാനും എഴുതാനൊക്കെ അദ്ദേഹത്തിന് കഷ്ടപ്പാടായിരുന്നു. നോട്ട് എ പ്രൊഡിജി, നല്ല വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ലായിരുന്നു. ബട്ട് ലവ്ഡ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അദ്ദേഹത്തിന് പക്ഷേ ഫിസിക്സും മാത്സും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുന്നത് സ്റ്റഡീഡ് അറ്റ് ഓക്സ്ഫോർഡിൽ നിന്നാണ്. ഓക്സ്ഫോർഡ് ഇൻ നാച്ചുറൽ സയൻസ്, സ്പെഷ്യലൈസ്ഡ് ഇൻ ഫിസിക്സ്. ദെൻ ലേറ്റർ മൂവ്ഡ് ടു കേംബ്രിഡ്ജ് ഫോർ PhD. അങ്ങനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD എടുത്തത്. അങ്ങനെ അദ്ദേഹത്തിന് 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തൊരു ഡിസീസ് ഉണ്ടായിരുന്നു. അത് ആമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് ആണ്. അതിന് നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നു. അതൊരു കണ്ടീഷനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ 20ാം വയസ്സിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് നൽകിയത് 2 വർഷമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹം അത് സർവൈവ് ചെയ്തു. ഡോക്ടേഴ്സ് പ്രെഡിക്റ്റ് ചെയ്തത് ഇനി ഒരു 2 വർഷത്തിൽ കൂടിയേ ജീവിക്കുകയുള്ളൂ, പിന്നീട് മരിച്ചു പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് എന്ത് ചെയ്യാൻ പറ്റി, സർവൈവ് ചെയ്യാൻ പറ്റി. പിന്നെ അദ്ദേഹം ജെയിൻ വൈൽഡിനെ എന്ത് ചെയ്തു, മാരേജ് ചെയ്തു 1965. ദെൻ ഹെർ ഒപ്റ്റിമിസം സപ്പോർട്ടഡ് ഹിം. അപ്പോൾ ഇദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. റെപ്യൂട്ടേഷൻ ഗ്രൂ ആസ് എ ബോൾഡ് വിറ്റി ബ്രില്യൻറ്റ് തിങ്കർ ഓഫ്റ്റൻ കമ്പയർഡ് ടു ഐൻസ്റ്റീൻ. അങ്ങനെ അദ്ദേഹം നല്ലൊരു നല്ലൊരു സയൻറ്റിസ്റ്റായിട്ട് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ടു എക്സ്പ്ലെയിൻസ് കോസ്മോളജി ടു നോൺ സയൻറ്റിസ്റ്റ് ബിക്കം എ ഗ്ലോബൽ ബെസ്റ്റ് സെല്ലർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അദ്ദേഹം എഴുതിയതാണത്. ദെൻ ഓവർകം സ്പീച്ച് ലോസ് വിത്ത് എ കമ്പ്യൂട്ടർ സ്പീച്ച് ഡിവൈസ്. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയായിരുന്നു സംസാരിച്ചത്. നോൺ ഫോർ ഹ്യൂമർ, കറേജ് ആൻഡ് ഇഗ്നോർ ഹിസ് ഫിസിക്കൽ ലിമിറ്റേഷൻസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും മറികടന്ന് മുന്നോട്ട് വന്ന ഒരു സയൻറ്റിസ്റ്റായിരുന്നു നമ്മുടെ സ്വന്തം സ്റ്റീഫൻ ഹോക്കിംഗ്. പിന്നെ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ ബ്രില്യൻറ്റ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് നോൺ ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ, ഹ്യൂമർ ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഡിസ്പൈറ്റ് സഫറിങ് ഫ്രം അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഡിജനറേറ്റീവ് ഡിസീസായിരുന്നു. ദാറ്റ് ഗ്രാജുവലി പാരലൈസ്ഡ് ഹിം. അദ്ദേഹത്തെ തളർത്തി കളഞ്ഞൊരു ഡിസീസായിരുന്നു ഇത്. അദ്ദേഹം ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് നല്ലൊരു ഫിസിസിസ്റ്റായിട്ട് മുന്നോട്ട് വന്നത്. His sharp intellect, courage to face challenges, and ability to communicate complex ideas in simple ways made him an inspiration to millions. അദ്ദേഹത്തിന് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കറേജ് ടു ഫേസ് ചാലഞ്ചസ്, എന്തും ഫേസ് ചെയ്യാനുള്ള കറേജ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൻഡ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് കോംപ്ലക്സ് ഐഡിയാസ് ഇൻ സിമ്പിൾ വേസ് മെയ്ഡ് ഹിം ആൻ ഇൻസ്പിറേഷൻ ടു മില്യൺ. അതുപോലെ തന്നെ എത്ര കോംപ്ലക്സ് ആയ കാര്യങ്ങളും വളരെ സിമ്പിളായി അവതരിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പേർക്ക്, മില്യൺസ് ഓഫ് പീപ്പിൾസിന് എന്തായിരുന്നു, ഇൻസ്പിറേഷൻ ആയിരുന്നു. ഈവൻ കൺഫിൻ ടു എ വീൽ ചെയർ ആൻഡ് സ്പീക്കിംഗ് ത്രൂ എ വോയിസ് സിന്തൈസർ. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിവില്ലാതെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയായിരുന്നു സംസാരിച്ചിരുന്നത്. പിന്നെ ജീവിതം ഫുള്ളും വീൽ ചെയറിലായിരുന്നു. എന്നിട്ടും ഹോക്കിംഗ് കണ്ടിന്യൂഡ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് ആൻഡ് എൻകറേജ്ഡ് പീപ്പിൾ ടു ഡ്രീം ബിയോണ്ട് ലിമിറ്റേഷൻസ്. എന്നാലും അദ്ദേഹത്തിൻ്റെ റിസർച്ച് പൂർത്തിയാക്കി. അതേപോലെ തന്നെ ഒരുപാട് പീപ്പിൾസിനെ അദ്ദേഹം എൻകറേജ് ചെയ്തു. എന്ത് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നാലും അതിനെ മറികടന്ന് തൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്നതിനുള്ളൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങുമായിട്ടുള്ള. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒന്ന് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. കുറച്ച് സ്ഥലത്ത് ഡാഷാണ് കൊടുത്തിട്ട് ഉള്ളത്, അത് ഫില്ല് ചെയ്തിട്ടുള്ള വായനയാണിത്. അപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്, ഷോർട്ട്ലി ആഫ്റ്റർ യുവർ 21st ബർത്ത്ഡേ യുവർ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ദാറ്റ് യു ഹാഡ് ആമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. അത് വെച്ചിട്ട് നിങ്ങളുടെ 20th ബർത്ത്ഡേ ആയപ്പോഴേക്കും നിങ്ങളത് മൈറ്റ് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തു, സ്ഥിരീകരിച്ചു. അതൊരു റെയർ ഡിസീസായിരുന്നു. ഫോർ വിച്ച് ദർ ഇസ് എ നോൺ ക്യൂർ. അതിനൊരു
അതും ഇതിനൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതൊരിക്കലും പരിഹരിക്കാൻ പറ്റില്ല, ക്യൂർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹൗ ഡിഡ് യു റിയാക്ട് ടു ദ ഡയഗ്നോസിസ്? നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനോട് റിയാക്ട് ചെയ്തത്? ഹൗ ഡിഡ് യു മാനേജ് ടു കോപ്പ് വിത്ത് ദിസ് സിറ്റുവേഷൻ? നിങ്ങൾ എങ്ങനെയാണ് അതുമായിട്ട് സഹകരിച്ചത്? എങ്ങനെയായിരുന്നു അതുമായിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളായാലും പേടിക്കുമല്ലോ. നിങ്ങളെങ്ങനെയാണ് അത് സ്ഥിരീകരിച്ചപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഇൻ്റർവ്യൂറിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് പറയുകയാണ്, അറ്റ് ഫസ്റ്റ് ഐ ഫെൽറ്റ് വെരി ഡിപ്രസ്ഡ് ആൻഡ് തോട്ട് മൈ ലൈഫ് വാസ് ഓവർ. ഞാൻ ആദ്യം ഡിപ്രസ്ഡ് ആയിരുന്നു, പിന്നെ നിരാശയിലായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫ് അതോടെ തീർന്നു എന്ന്. ബട്ട് ആസ് ടൈം പാസ്ഡ്, പക്ഷേ ടൈം പോയപ്പോൾ സമയം പിന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ റിയലൈസ് ദർ വാസ് സ്റ്റിൽ എ ലോട്ട് ഐ കുഡ് ഡു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഐ ഡിസൈഡ് ടു ഫോക്കസ് ഓൺ മൈ റിസർച്ച്. ഞാൻ എൻ്റെ റിസർച്ചിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ എബിലിറ്റീസ് ഐ സ്റ്റിൽ ഹാഡ്. അപ്പോൾ അങ്ങനെ എനിക്കുള്ള എബിലിറ്റീസ് എല്ലാം, അപ്പോൾ എൻ്റെ കഴിവ് യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് കഴിവ് ഇനിയും ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ റിസർച്ചിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്, വാട്ട് മെയ്ഡ് യു തിങ്ക് ദാറ്റ് ലൈഫ് വാസ് പ്രഷ്യസ്? ലൈഫ് ഇത്ര മൂല്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള എന്താ കാരണം ഉണ്ടായത്? ക്യാൻ യു റീകളക്ട് എനി പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഇൻ യുവർ ലൈഫ് ദാറ്റ് ഹാസ് ബിക്കം ക്രൂഷ്യൽ? നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടായി മാറിയ ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് പറയാണ്, വെൻ ഐ സോ എ യങ് ബോയ് ഇൻ ദ ഹോസ്പിറ്റൽ സഫറിങ് ഫ്രം ലുക്കീമിയ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ വെർ പീപ്പിൾ വേഴ്സ് ഓഫ് ദാൻ മീ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പ്രിഷ്യസ് ആണെന്നോ ഇതിനെക്കാട്ടി ക്രൂഷ്യലുള്ള വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കണ്ടിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഐ സോ എ യങ് ബോയ് ഇൻ ദ ഹോസ്പിറ്റൽ സഫറിങ് ഫ്രം ലുക്കീമിയ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർ എന്നെക്കാട്ടും കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ദാറ്റ് മൊമെൻറ്റ് മേഡ് വാല്യൂ മൈ ഓൺ ലൈഫ് മോർ ആൻഡ് എൻകറേജ്ഡ് മീ ടു കീപ് ഗോയിങ്. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് എൻ്റെ ലൈഫ് എന്ന് അപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഇൻ്റർവ്യൂവർ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് യു വ്രോട്ട് എ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. ഈസ് ദാറ്റ് സോ? നിങ്ങളൊരു പുസ്തകം എഴുതിയിട്ടില്ലേ, അതായത് സയൻറ്റിസ്റ്റ് അല്ലാത്തവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുസ്തകം നിങ്ങൾ എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അതങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. ഐ wrote a brief history of time to explain the basics ideas about the universe in a way that everyone could understand. ഞാൻ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേസിക് ഐഡിയാസാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഐ വാണ്ടഡ് പീപ്പിൾ ടു ഷെയർ ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് തിയറി. അദ്ദേഹത്തിന് നമ്മുടെ സയൻറ്റിഫിക് തിയറി, ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് കണ്ടെത്തലുകൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. പിന്നെ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അത് ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഞാനിവിടെ കുറച്ച് കാണിക്കാം. ക്യാൻ യു ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ടെൽ അസ് എബൌട്ട് യുവർ ഫീൽഡ് ഓഫ് സക്സസ്? ഇത് നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റിയതാണ്. അതേപോലെ തന്നെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇൻസ്പയർഡ് യു ടു ചൂസ് ദിസ് കരിയർ ഓർ ഫീൽഡ്? ഈ ക്വസ്റ്റ്യൻസൊക്കെ കാണാതെ പഠിച്ചിട്ട് പോവുക. നിങ്ങളെ ഈ കരിയർ ചൂസ് ചെയ്യാൻ എന്താണ് ഇൻസ്പയർ ചെയ്തത്? ആരോടും ചോദിക്കാൻ പറ്റിയ, ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ചലഞ്ചസ് ഡിഡ് യു ഫേസ് ഇൻ ദ ബിഗിനിങ്? നിങ്ങൾ എന്ത് ചലഞ്ചസ് ആണ് ആദ്യം ഫേസ് ചെയ്തത്? എല്ലാവരോടും ചോദിക്കുക. ഹൗ ഡിഡ് യു ഓവർകം ദസ് ചലഞ്ചസ്? നിങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ഡിഡ് യു എവർ ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയോ? അതായത് നിർത്താൻ തോന്നിയോ? നമുക്കെല്ലാം ഒഴിവാക്കാൻ തോന്നിയോ? ഇഫ് സോ വാട്ട് കെപ്റ്റ് യു മോട്ടിവേറ്റഡ്? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ പിന്നീടും കണ്ടിന്യൂ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തത്? വാട്ട് റോൾ ഡിഡ് യുവർ ഫാമിലി ഓർ കമ്മ്യൂണിറ്റി പ്ലേ ഇൻ യുവർ സക്സസ്? നിങ്ങളുടെ സക്സസ്ഫുള്ളിന് നിങ്ങളുടെ ഫാമിലിയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെയും റോൾ എന്തായിരുന്നു? വിച്ച് അച്ചീവ്മെൻറ്റ് ഡു യു കൺസിഡർ യുവർ ബിഗ്ഗസ്റ്റ് മൈൽ സ്റ്റോൺ സോ ഫാർ? നിങ്ങൾക്ക് ലഭിച്ചതിൽ ഏതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഹൗ ഡു യു കണ്ടിന്യൂ ഇംപ്രൂവ് യുവർ സെൽഫ് ഇൻ യുവർ ഫീൽഡ്? നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ കഴിവ് ഈ ഫീൽഡിലെ കഴിവ്. വാട്ട് ക്വാളിറ്റീസ് ഡു യു തിങ്ക് ആർ നെസസറി ഫോർ അച്ചീവിങ് സക്സസ്? നിങ്ങൾ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരാൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടതെന്ന് ചിന്തിക്കുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു യങ് പീപ്പിൾ ഹു വാണ്ട് ടു സക്സീഡ് ലൈക്ക് യു? നിങ്ങൾക്ക് പുതിയ ജനറേഷന് എന്ത് മോട്ടിവേഷനാണ് അല്ലെങ്കിൽ എന്ത് അഡ്വൈസാണ് നൽകാൻ
കഴിയുക, നിങ്ങളെപ്പോലെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആരോടും ചോദിക്കാം. ഇത് നമ്മൾ ഓടിച്ചിട്ടുള്ളൊരു പോർഷനാണ്, അതുകൊണ്ടാണ് കുറച്ച് മിനിറ്റിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്, എക്സാം സ്പെഷ്യലായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്. ഇനി നമുക്ക് അടുത്തതിൽ ഇഫ് എന്ന പോയം പെട്ടെന്ന് പരിചയപ്പെടാം.